ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയന പെട്ടെന്ന് തന്നെ അർജുനെ ആവി പിടിപ്പിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ പിങ്കിയുടെ വരവ്. അപ്പൊ പിങ്കി ആണെങ്കിൽ കലവും ചുമന്നുണ്ടാ വരുന്നത്. അപ്പൊ ഈ ഒരു കാഴ്ച ഉണ്ടെപ്പോഴേക്കും പിങ്കിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അർജുനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുകയാണ് ഈ നയന. അപ്പൊ നയന നോക്കുമ്പോൾ ദേ നിൽക്കുന്നു പിങ്കി. അപ്പൊ പിങ്കിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് നയന അയ്യോ പിങ്കി അത് പിന്നെ അർജുനെ ആവി പിടിപ്പിക്കുകയായിരുന്നു. അപ്പൊ അർജുനാണെങ്കിൽ പെട്ടെന്ന് ഇതൊന്ന് പിങ്കിയാണെന്ന് ചോദിച്ചുകൊണ്ട് ആ തുണി എടുത്ത് മാറ്റുകയാണ്. അപ്പൊ അവിടെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പിങ്കി ഇല്ല. അർജുൻ നോക്കുന്നതിന് മുമ്പ് തന്നെ പിങ്കി അവിടെ നിന്ന് സ്ഥലം വിട്ടു. അല്ലെങ്കിൽ പിങ്കിയുടെ കയ്യിൽ കലോരിക്കുന്നത് അർജുൻ കാണുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടായിരിക്കും പിങ്കി അവിടെ നിന്ന് സ്ഥലം വിട്ടത്. അങ്ങനെ ഇരിക്കെ നമ്മുടെ ലക്ഷ്മിയെ കാണിക്കണം. അപ്പൊ ലക്ഷ്മിയും അതേപോലെ തന്നെ യമുനയും പവിത്രയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. ഇത് കണ്ടോ പിങ്കിക്കുണ്ടായ മാറ്റം. എന്നാലും പിങ്കി ആണെങ്കിൽ അർജുനു വേണ്ടി ആവി പിടിക്കാൻ വേണ്ടി വെള്ളമൊക്കെ തിളപ്പിച്ചുകൊണ്ട് പോയല്ലോ. ഓ അതിനിപ്പോൾ എന്തായിരിക്കുന്നു, എൻ്റെ ഭർത്താവിനെ അന്ന് അസുഖം വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ എന്തെല്ലാം ചെയ്തു കൊടുത്തു. അപ്പൊ പവിത്രയാണെങ്കിൽ അതെ അതെ എൻ്റെ അരുണേട്ടനാണെങ്കിലേ കാലൊടുക്കി കഴിഞ്ഞപ്പോൾ എത്ര പ്രാവശ്യം ഞാൻ കാലില് നേരി പിടിക്കുകയും ഉപ്പുരി തിരുമ്മി കൊടുക്കുകയും ഒക്കെ ചെയ്തെന്നറിയാവോ. ആ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരത് ചെയ്തു കൊടുക്കണമല്ലോ. അതാണല്ലോ അതിൻ്റെതായ ഒരു ഇത്. ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഭാര്യമാരല്ലേ എല്ലാം കൈയും മെയ്യും ഒക്കെ മറന്ന് ചെയ്തു കൊടുക്കേണ്ടത്. അതിനിപ്പോൾ കൂടുതലൊന്നും പറയാനില്ലല്ലോ. ഇത് കേട്ട് ലക്ഷ്മി ആണെങ്കിൽ അങ്ങനെയല്ലല്ലോ യമുനെ, ഇത് അങ്ങനെയല്ലല്ലോ. ഓ ഇതിനെന്തെത്ര പ്രത്യേകത. അങ്ങനെയല്ല, ഇവർ രണ്ട് ധ്രുവങ്ങളിൽ ഇപ്പൊ കഴിയല്ലേ. പിങ്കി ആണെങ്കിൽ ഇവിടെ നിന്ന് അർജുനായിട്ട് ഡിവോഴ്സ് ചെയ്ത് പോകണമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അർജുനാണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നൊരവസ്ഥ. അപ്പോ അതിനിടയിൽ പിങ്കി ഇങ്ങനെയൊക്കെ അർജുന് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതെന്താണ് നമ്മൾ കരുതേണ്ടത്. പിങ്കിക്ക് അർജുനോട് ഇപ്പോഴും സ്നേഹമുണ്ടെന്ന്, അർജുനെ പിരിയാനുള്ള ഒരു മനസ്സ് പിങ്കിക്കില്ല എന്ന് വേണ്ടേ നമ്മൾ കരുതാനായിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കുമാണ് ഇവർക്ക് രണ്ടുപേർക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായത്. അതെ അവർ രണ്ടുപേരും ഒന്നിച്ചാൽ മതി, അതുമാത്രമാണ് ഇപ്പോൾ ഞാൻ കാത്തിരിക്കുന്നത്. അങ്ങനെയെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദേ പിങ്കി ദേഷ്യം കൊണ്ട് കാലേ തുള്ളി ദേ കലവും കൊണ്ട് വരുന്നത്. അപ്പോൾ ഇത് കണ്ട ലക്ഷ്മി ആണെങ്കിൽ അതെന്താ പിങ്കി ഇത്ര പെട്ടെന്ന് ആവി പിടിച്ചു കഴിഞ്ഞു നീ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആവി പിടിക്കാൻ ഞാൻ ആർക്കും ആവി പിടിക്കാൻ പോയതല്ല. അപ്പൊ പിന്നെ നീ എന്തിനാ വെള്ളം തിളപ്പിച്ചോണ്ട് പോയത്. വെള്ളം തിളപ്പിച്ചോണ്ടൊക്കെ പോയി ആവി പിടിപ്പിക്കാനായിട്ട്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആവി ഒരാളെ പിടിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആരാണ് നിങ്ങൾക്ക് ആരൊക്കെ അറിയില്ലേ. ഇവിടെ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, മഹാറാണിയെ, നയന എന്ന് പറഞ്ഞ മഹാറാണിയെ. ആ മഹാറാണിയായിരുന്നു അർജുന ആവി പിടിപ്പിക്കാനായിട്ട് നിന്നത്. പിന്നെ എന്ത് വേണം. എന്തൊരു കെയറിങ് ആയിരുന്നു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് യമുനക്ക് കാലി വരികയാണ്. അപ്പൊ യമുനയാണെങ്കിൽ പിങ്കി നീ എന്തിനാ അതൊക്കെ സമ്മതിപ്പിക്കാനായിട്ട് പോയത്. നീ അവളെ പിടിച്ച് മാറ്റിയിട്ട് ഞാൻ ആവി പിടിപ്പിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് അവിടെ കയറി ചെല്ലായിരുന്നില്ലേ. നീ എന്തിനാ അതെല്ലാം സമ്മതിക്കാനായിട്ട് പോയത് പിങ്കി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് എന്തിനാണ് ഞാൻ വലിഞ്ഞു കയറി ചെല്ലുന്നത്. അതിന്റെ ആവശ്യമില്ലല്ലോ. അർജുനെ ആവി പിടിപ്പിക്കാനായിട്ട് നയനയുണ്ട്, അതിനിടയിൽ ഞാൻ കയറി പിടിപ്പിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വലിഞ്ഞു കയറുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. എനിക്ക് എൻ്റെ ആവശ്യവും ഇല്ല. ഇത് കേട്ടാ ലക്ഷ്മി ആണെങ്കിലും മോളെ നീ ഇങ്ങനെ സമാധാനപരമായിട്ടൊന്ന് ചിന്തിക്കുക. അർജുൻ്റെ മനസ്സ് നീ മാറ്റിയെടുക്കണം. നീ കൂടുതൽ അടുപ്പം കാണിച്ചാൽ മാത്രമല്ല അവൻ്റെ മനസ്സ് മാറുള്ളൂ. എനിക്കങ്ങനെ അടുപ്പം കാണിക്കാനൊന്നും പറ്റില്ല. എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോട്ടെ. അനിപ്പേ എനിക്കൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ. എല്ലാവരും തീരുമാനിക്കുന്ന പോലെയല്ലേ നടക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴേക്കും ലക്ഷ്മി ആണെങ്കിലും കണ്ടില്ലേ, ഇതൊക്കെയാണ് ഒരേ അവസ്ഥ. ഇതെങ്ങനെയും അവസാനിപ്പിച്ചേ മതിയാവുള്ളൂ. പിന്നീട് കാണിക്കുന്ന നമ്മുടെ നന്ദയാണ്. അപ്പൊ നന്ദ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഗൗതം കുളിച്ചിറങ്ങി പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പൊ നന്ദയെ അപ്പോഴും ചിന്തിച്ചുകൊണ്ട് ഏത് അടിക്ക് കൈയെടുത്തോണ്ടിരിക്കുകയാണ്. ഇവളെന്തെങ്കിലും ചിന്തിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഗൗതം നേരെ നന്ദയുടെ പിന്നാലെ ചെന്നിട്ട് കണ്ണങ്ങോട്ട് പൊത്തി പിടിക്കുകയാണ്. കണ്ണങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും നന്ദ ഞെട്ടിപ്പോയി. നന്ദ വിടാനാ പറഞ്ഞത്, എൻ്റെ കണ്ണ് വേദനിക്കുന്നു വിടാൻ. അങ്ങനെ ഗൗതം കൈ വിട്ടതും നന്ദ കയറി ഒറ്റ കടി കൈകിട്ട് അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം വിട്ട് കാറുകയാണ്. നീ എന്തിനാ എൻ്റെ കൈ കടിച്ചത്. ദൈവമേ എൻ്റെ കൈ ഇപ്പൊ തുളഞ്ഞു പോയായിരുന്നല്ലോ. എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. പല്ലേ മുല്ലപ്പൂ പോലെ ഇരിക്കണമെന്ന് വിചാരിക്കണ്ട. ഭയങ്കര സ്ട്രോങ്ങാ. ഒരു കള്ളനെ തോൽപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ മതി എനിക്ക് ആയുധമായിട്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് എന്നാലും ഇങ്ങനൊരു കടി ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ നന്ദ. ഞാനാണ് കണ്ണുപൊത്തിയത് നിനക്ക് അറിയാലോ. എന്നിട്ട് പോലും ദേ എൻ്റെ കൈ കടിച്ചു പറിച്ചില്ലേ. അത് പിന്നെ എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയല്ലേ ഗൗതം സാർ എൻ്റെ കണ്ണ് പൊത്തിയത്. അപ്പോ ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ. ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നിനക്കൊരു റൊമാൻറ്റിക് ഇല്ല കേട്ടോ. ഞാൻ വിചാരിച്ച് എന്നോട് റൊമാൻറ്റിക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമെന്നാണ്.
ഒട്ടും റൊമാൻറ്റിക് ഇല്ല നിനക്ക്. ആ കണ്ടിട്ടില്ലേ, ഭർത്താവ് വന്ന് ഭാര്യയുടെ കണ്ണ് പൊത്തിപ്പിടിക്കാൻ നേരത്ത് ഗൗതമേട്ടാ ഇത് ഗൗതമേട്ടനല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കൈ അങ്ങോട്ട് മാറ്റി കയ്യിലൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നതാണ് റൊമാൻറ്റിക്. ഇതെന്താ, ഞാൻ കണ്ണ് പൊത്തി പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും കൈ മാറ്റി എൻ്റെ കൈക്കിട്ട് ഒറ്റക്കടി. ഇതൊക്കെ എവിടെ നടക്കും? ഗൗതം സാർ, ഹോ ഗൗതം സാറിനൊരു റൊമാൻറ്റിക്കേ, ഗൗതം സാറിന് റൊമാൻറ്റിക്ക് ചേരുവില്ലെന്നേ. ചേരില്ലേ? ഒട്ടും ചേരില്ല. കാരണം ഒരു മസിൽ പിടിച്ച ശരീരോ മുഖോ ഒരു ഗൗരവത്തോടെ നിൽക്കുന്ന ആ ഒരു ഗെറ്റപ്പും ഇതൊക്കെ താങ്കൾക്ക് ചേരുള്ളൂ. അല്ലാണ്ട് റൊമാൻറ്റിക് ഒന്നും ചേരില്ല താങ്കൾക്ക്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതമാണെങ്കിൽ ശരിയാണ് നന്ദ പറഞ്ഞത് ശരിയാണെടോ. കാരണം എനിക്ക് റൊമാൻറ്റിക് അറിയില്ല, എനിക്ക് റൊമാൻറ്റിക് ഒട്ടും ചേരത്തില്ല. ഇതെല്ലാം ചേരുന്നത് അർജുനാണ്. അവൻ്റെ ഓരോ മസിലിലും ഉണ്ട് റൊമാൻറ്റിക്. അവൻ്റെ ഒരു വർത്തമാനത്തിലുണ്ട്, അവൻ്റെ ഒരു നോട്ടത്തിലുണ്ട് റൊമാൻറ്റിക്. അതവന് നേരത്തെ ഉള്ളതാണ്. ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാണ് അവൻ ചെയ്തു കൂടുന്നതൊക്കെ. അപ്പോൾ നന്ദ പറയണം, കണ്ടു പഠിക്ക് ചേട്ടൻ അനിയനെ. എന്ത് ചെയ്യാനാടോ, സത്യോടോ പറഞ്ഞത്. എനിക്കങ്ങനെ റൊമാൻറ്റിക് ഒന്നും വരില്ല, അതല്ലേ പ്രശ്നം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമൊക്കെ ഉണ്ട്. ഇത് കേട്ടപ്പോഴേക്കും ഒരു ഇത് കേട്ടിട്ടില്ലേ, ഈ സ്നേഹങ്ങളെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒതുക്കി വെക്കാനുള്ളതല്ല, അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. നമുക്ക് ആരാണോ ഇഷ്ടം അവരുടെ മുന്നിലേക്ക് നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കണം. പ്രകടിപ്പിച്ചാൽ മാത്രമേ അതിന് പൂർണ്ണത കിട്ടുള്ളൂ. എടോ, ഞാനിത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. കേട്ടതായിരിക്കില്ല, വായിച്ചതായിരിക്കും. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ വായിച്ചിട്ട് കുപ്പേ കളയാനുള്ളതല്ല. അതെല്ലാം നമ്മുടെ മനസ്സിൽ വെക്കുകയും ചെയ്യണം. ആവശ്യമുള്ള സമയത്ത് അത് പ്രകടിപ്പിക്കുകയും ചെയ്യണം. ഇതിനാണ് നമ്മൾ ഓരോ ബുക്കുകളും കാര്യങ്ങളൊക്കെ വായിക്കുന്നത്, നമുക്ക് കൂടുതൽ അറിവ് കിട്ടാൻ വേണ്ടി. അല്ലാതെ ഗൗതം സാറിനെ പോലെയല്ല. ശരിയാടോ, ഞാൻ പറഞ്ഞ ശരിയാണ്. അർജുൻ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ ജീവിതം അങ്ങനെയായി പോയി. പിങ്കി അവനെ ഒട്ടും സ്നേഹിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല, അവനോട് ഒരു താല്പര്യം കാണിക്കുന്നില്ല. പക്ഷേ പിങ്കിയെ ഒരുപാട് ഇഷ്ടമാണ് അർജുന്. അതൊന്നും പിങ്കി മനസ്സിലാക്കുന്നില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദയാണെങ്കിൽ ആര് പറഞ്ഞു പിങ്കിക്ക് അർജുനെ ഒത്തിരി ഇഷ്ടമാണ്? അതെനിക്ക് അതിനറിയാം. എനിക്കറിയാലോ, ഞാനിവിടെ കാണുന്ന കാഴ്ചയല്ലേ. എന്താടോ താൻ എന്താ പറഞ്ഞു വരുന്നത്? അതേന്നേ, ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്. കാരണം നയന ഇങ്ങോട്ട് കയറി വന്നില്ലേ, ആ കയറി വന്ന സമയത്ത് അർജുനോട് ഒരുപാട് ഇടപഴകുന്നുണ്ട് നയന. അതൊന്നും പിങ്കിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പിങ്കിയുടെ അപ്പോഴത്തെ മുഖഭാവം എന്നൊക്കെ ഗൗതം സാറ് കാണേണ്ടതാണ്. അതൊക്കെ കണ്ട തന്നെ മനസ്സിലാവും പിങ്കിക്ക് അർജുനോട് വളരെയേറെ സ്നേഹമുണ്ടെന്ന്. പക്ഷേ ഇനി ഇവർ തമ്മിൽ കൂടുതൽ അടുക്കാൻ വേണ്ടി ഞാനൊരു പ്ലാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്ലാനോ? എന്ത് പ്ലാൻ? അതെ, ഞാനും നയനയും കൂടി ചേർന്നാണ് ആ പ്ലാന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്താ? അപ്പോൾ നമ്മുടെ നന്ദ കാര്യങ്ങളെല്ലാം പറയുകയാണ്. അർജുനായിട്ട് താൻ കൂടുതൽ അടുക്കണം, എന്നിട്ടത് പിങ്കിയുടെ മുന്നിൽ തന്നെ വെച്ചാവണം. പിങ്കിക്ക് അത് കാണുമ്പോൾ പിങ്കി തന്നെ പറയണം, എൻ്റെ ഭർത്താവാണ്, ഞാൻ എൻ്റെ ഭർത്താവിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഗൗതമിനോട് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഗൗതമാണെങ്കിൽ പ്രശ്നമാകോടോ, ഇത് വലിയ പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് പ്രശ്നം? ഒരു പ്രശ്നം ആകാനായിട്ട് പോകുന്നില്ല. എടോ, അറിയാലോ ഈ നയനക്ക് അർജുനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. മുറപ്പെണ്ണാണെന്നും അറിയാലോ. അതിനെന്താ ഇപ്പൊ കുഴപ്പം? അങ്ങനെ പ്രശ്നം ഇപ്പില്ലല്ലോ. പ്രശ്നമില്ല. പക്ഷേ താനിപ്പോ കൂടുതൽ അടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയല്ലേ. ആ സമയത്ത് അടുത്തടുത്ത് വെച്ച് ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളരുത്. എന്താ പറഞ്ഞത്? അതെ, ചക്കിന് വെച്ചത് ഈ കൊക്കിൽ കൊള്ളരുതെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദയ്ക്ക് പേടി തോന്നുകയാണ്. അപ്പോൾ ഈ ഗൗതം അങ്ങനെയും പറഞ്ഞു നടന്ന് പോവുകയും ചെയ്യാണ്. പിന്നീട് കാണിക്കുക നമ്മുടെ പിങ്കി ആണെങ്കിൽ ആകെ ടെൻഷനായി സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ അരുന്ധതി വല്യമ്മ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അരുന്ധതി ചോദിക്കുകയാണ്, എന്താ പിങ്കി ദേഷ്യപ്പെട്ടൊക്കെ പോയെന്നൊക്കെ കേട്ടല്ലോ, കലുതുള്ളിയാണ് ഇങ്ങോട്ട് വന്നെന്നൊക്കെ അറിഞ്ഞല്ലോ. അപ്പോഴേക്കും ന്യൂസ് ചെവിയിലെത്തിയല്ലേ? അതൊന്നുമല്ല പിങ്കി, നിന്റെ ഓരോ സ്വഭാവം ഞങ്ങൾക്ക് അറിയാലോ. അർജുൻ്റെ കാര്യത്തിലാണല്ലേ, എന്തിനാണ് നയനെ കൊണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കുന്നത്? പിങ്കി, നീയല്ലേ അർജുൻ്റെ കാര്യങ്ങളെല്ലാം ഇടപെടേണ്ടത്. ഞാൻ ഇടപെട്ടിട്ടൊന്നും കാര്യമില്ലല്ലോ. ഇടപെടാനായിട്ട് ഇപ്പൊ കുറെ ആൾക്കാർ വന്നിരിക്കുകയല്ലേ. അപ്പൊ പിന്നെ എനിക്കതിലൊരു ചാൻസും ഇല്ലല്ലോ. അങ്ങനെ പറയരുത് പിങ്കി. കാരണം നയനക്കല്ല അവകാശം, നിനക്കാണ് അവകാശം. നയന അർജുൻ്റെ ആരുമല്ല, പക്ഷേ അർജുൻ്റെ ഭാര്യയാണ് നീ. അവനോട് കൂടുതൽ സ്നേഹം കാണിക്കണം. പിങ്കി, നിനക്കറിയാലോ, നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ആർക്കും ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. എല്ലാവർക്കും നീ പോകും തന്നെയാണ് ഇഷ്ടം. അപ്പോൾ വലിയമ്മയ്ക്കും അത് തന്നെയാണോ ഇഷ്ടം?
എൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല വേണ്ടത്. അർജുൻ പോലും നിന്നെ ഇപ്പൊ മൈൻഡ് ചെയ്യുന്നുണ്ടോ? അവൻ നിന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതായത് നീ അവന്റെ മനസ്സിലേക്ക് ഇടം പിടിക്കണം, നീ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഒരു പക്ഷേ നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നിന്നെ ഓർക്കാനുള്ള നല്ല ചിന്തകൾ പോലും അർജുന്റെ മനസ്സിൽ ഉണ്ടാവില്ല. ആ നല്ല ചിന്തകള് അർജുന്റെ മനസ്സിലേക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതാണ് വേണ്ടത്. നയന കണ്ടില്ലേ, അവൾ ആദ്യം സ്നേഹിച്ചത് അർജുനെയാണ്. ഇപ്പോ അവൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും അർജുന്റെ മനസ്സിലേക്ക് ഇടം പിടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നയന. അതൊരിക്കലും സംഭവിക്കാനായിട്ട് പാടില്ല. നീ അവന് വേണ്ട കാര്യങ്ങളെല്ലാം, ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്താൽ പോലും എനിക്കെന്റെ ഭാര്യയാണല്ലോ വെള്ളം എടുത്ത് തന്നത് എന്നുള്ളൊരു ചിന്ത അവന്റെ മനസ്സിലുണ്ടാകണം. എന്നാൽ മാത്രമേ പിങ്കി മോളെ നിനക്ക് നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിനക്കെല്ലാം നഷ്ടപ്പെടും. അല്ലെങ്കിൽ എനിക്കെല്ലാം നഷ്ടപ്പെട്ടല്ലോ. ഇല്ല പിങ്കി, നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നിനക്ക് രാജസിംഹാസനം പിടിച്ചെടുക്കണ്ടേ? എനിക്കതൊന്നും വേണ്ട. അങ്ങനെ പറയരുത്. നിനക്കെല്ലാം പിടിച്ചെടുക്കണം എന്നുള്ളൊരു മനസ്സിലുണ്ടാവണം. എന്നാൽ മാത്രമേ നീ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കുള്ളൂ പിങ്കി. അങ്ങനെ ഒരുപാട് ഉപദേശങ്ങളെല്ലാം കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പിങ്കിക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് വല്യമ്മായി. എങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യ്. നിനക്ക് മാത്രമേ ഇനി അർജുന്റെ മനസ്സിലേക്ക് മനസ്സ് പിടിച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അത് നീ ഒന്ന് ചെയ്തു നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി അമ്മായി അവിടെ നിന്ന് പോവുകയാണ്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് നമ്മുടെ പിങ്കി. പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ 3 പേരും കൂടി നിൽക്കുകയാണ്. ലക്ഷ്മിയും അതേപോലെ തന്നെ അർജുൻ്റെ അമ്മയും അതേ വരുന്നു നയനയും. ഒരു 3 പേരും കൂടി ഇങ്ങനെ സംസാരമാണ്. ഏതായാലും ഏട്ടത്തിയുടെ കൈ ഇപ്പോൾ ഒന്ന് ഒഴിഞ്ഞല്ലോ, അത് തന്നെ മഹാഭാഗ്യം. അപ്പോൾ ഇങ്ങനെ ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ സമയത്ത് നയനയും വരികയാണ്, നന്ദയും വരികയാണ്. അപ്പം നന്ദ വന്നു കഴിഞ്ഞപ്പോഴേക്ക് എല്ലാവരും കൂടി ഉണ്ടല്ലോ അടുക്കളയിൽ, എങ്കിൽ പിന്നെ സാമ്പാർ വെക്കാൻ ഞാനും കൂടാം. അപ്പം പെട്ടെന്ന് എളുപ്പമായല്ലോ. നയനം കൂടി കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ജോലി തീരും. അല്ലെങ്കിൽ വേണ്ട, സാമ്പാറിനൊക്കെ ഞാൻ മാത്രം മതി, ഞാനാകുമ്പോൾ എളുപ്പമാണ്. അപ്പം ഇത് കേട്ട് അർജുൻ്റെ അമ്മയാണെങ്കിൽ, അല്ല അർജുന് ഇഷ്ടം സാമ്പാറല്ല ചട്നിയാണ്. നല്ല കല്ലിൽ വെച്ച് വറ്റലമുളകൊക്കെ ഇട്ട് അരച്ച് നല്ല എണ്ണയിലിട്ട് നല്ല വഴറ്റിയെടുത്ത് ഒരു കടുകൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങനത്തെ ചട്നിയാണ് അർജുന് ഇഷ്ടം. അപ്പോൾ നമ്മുടെ നന്ദ ചോദിക്കണം, അതെന്താ മിക്സിയിലിട്ടടിച്ചാൽ ഇഷ്ടമല്ലേ? മിക്സിയിലിട്ടടിച്ച് അവനോടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ അപ്പം മനസ്സിലാവും മിക്സിയിലിട്ടടിച്ചതാണോ ഇത് കല്ലിൽ വെച്ച് അരച്ചതാണോ എന്നൊക്കെ അവൻ അപ്പം തന്നെ തിരിച്ചറിയാനായിട്ട് പറ്റും. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു പിങ്കി. അപ്പോൾ പിങ്കി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, അപ്പോ അർജുൻ രാജകുമാരന് കല്ലിൽ വെച്ച് അരച്ച ചട്നിയാണല്ലേ ഇഷ്ടം. മനസ്സിലായ കാര്യങ്ങളെല്ലാം. അപ്പോൾ എന്താ പറയാണ്, എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ഉണ്ടാക്കാമല്ലോ. എല്ലാവർക്കും കൂടെ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുകയല്ലേ. ഏതായാലും മുമ്പൊക്കെ ഇവന് ചുമയും ജലദോഷം പനിയൊക്കെ വരുമായിരുന്നു. സ്ഥിരം ഇത് തന്നെയായിരുന്നു. അവൻ്റെ മുടി തന്നെ പ്രശ്നം. ഒരു ദിവസം ഞങ്ങളോടൊപ്പം കിടന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവൻ്റെ മുടിയാണ് ഞങ്ങളോട് പറ്റ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു. അതേ പിന്നെ അവൻ ഞങ്ങളുടെ കിടക്കാതുമായി. അങ്ങനെ അർജുനെ കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങളെല്ലാം അവിടെ പറയുകയാണ്. ഇതെല്ലാം കേട്ട് നിന്ന പിങ്കിയാണെങ്കിൽ എങ്കിൽ പിന്നെ അർജുൻ്റെ മനസ്സിലേക്ക് ഇടം പിടിച്ചെടുത്തിട്ടേ കാര്യമുള്ളൂ. അപ്പം നന്ദ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും പിങ്കി എന്തൊക്കെയോ ചിന്തിച്ച് നിൽക്കുന്നതാണ് നന്ദ കാണുന്നത്. അങ്ങനെ പിങ്കി പോയി കുറച്ച് തേങ്ങ എടുത്ത് വറ്റൽമുളക് എടുത്ത് ഉള്ളി എടുത്തിട്ട് അരകല്ലിൽ വെച്ച് ഈ ചട്നിക്ക് വേണ്ടിയുള്ള തേങ്ങ ഇങ്ങനെ അരച്ചുകൊണ്ടിരിക്കുമ്പോഴും പിങ്കിയുടെ മനസ്സിൽ അർജുൻ്റെ ഓർമ്മകൾ മാത്രമാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അർജുൻ ഭക്ഷണം വന്ന് കഴിക്കാനിരിക്കുകയാണ്. ദോശയെല്ലാം അർജുൻ്റെ പ്ലേറ്റിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് ഈ ചട്നി ഒഴിക്കാണ്ട് ശ്രമിക്കുക. അപ്പോൾ പിങ്കി ചോദിക്കുകയാണ്, അർജുൻ്റെ സാമ്പാറാണോ ചട്നിയാണോ ഇഷ്ടമെന്ന്. കല്ലിൽ വെച്ച് അരച്ച ചട്നിയാണെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുകയാണ്. എങ്കിൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി ആണെങ്കിൽ ചട്നി ഇങ്ങനെ സ്നേഹത്തോടെ നമ്മുടെ അർജുൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അർജുൻ പറയാണ് മതി എന്ന്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് നന്ദയും അതേപോലെ തന്നെ നയനയും. നയനയുടെ മുഖഭാവം ആകെ ഒന്ന് മാറുകയാണ്. ഇനി ഇതെല്ലാം പിങ്കി ഓർത്തതാണോ അല്ലെങ്കിൽ ഇത് ശരിക്കുമാണോ എന്നൊക്കെ നാളത്തെ എപ്പിസോഡിൽ നമുക്ക് അറിയാവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു. സി അഗൈൻ. ബൈ.